വ്യാഖ്യാതാവ് ഇമാം ത്വബരി റഹിമഹുള്ള, അദ്ദേഹത്തെ കുറിച്ച് ലോക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വൈരുദ്ധ്യമില്ല. ബഹുമാനപ്പെട്ട ഇമാം ത്വബരി ഹിജ്റയുടെ ആദ്യത്തെ 3 നൂറ്റാണ്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ താരീഖിൽ അഥവാ താരീഖിൽ രേഖപ്പെടുത്തിയ താരീഖ് ത്വബരിയിൽ രേഖപ്പെടുത്തിയ ഒരു ഭാഗമാണ് ഞാൻ മുകളിൽ പോസ്റ്റ് ചെയ്തത്. എന്താ പറഞ്ഞത്? യാ മുഹമ്മദ സല്ലല്ലാഹു അലൈക മലായികതു സമാ ഹദൽ ഹുസൈൻ ബില്ലാ മുർമലും ബിദ്ദിമാ മുഖ്തഉൽ അല്ലാ യാ മുഹമ്മദ ബനാതുക സിബായ വദരിയതുക മുഖ്തലാ. ബഹുമാനപ്പെട്ട ഇമാം ത്വബരി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്, ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു, അലിയാർ തങ്ങളുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ കർബലയിൽ ശിരസ് വിച്ഛേദിക്കപ്പെട്ട നിലയിൽ കാണുമ്പോൾ സഹോദരിയായ സൈനബ് റളിയല്ലാഹു തആല അൻഹ വിളിക്കുന്നത് യാ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈക മലായികതു സമാ, ആകാശ ലോകത്തുള്ള മലക്കുകൾ മലാകമാർ അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലട്ടെ. എന്നിട്ട് ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഹദൽ ഹുസൈനു ബില്ലാ മുർമലും ബിദ്ദിമാ, ഹുസൈൻ അല്ലേ ഈ കിടക്കുന്നത് മുർമലും ബിദ്ദിമാ, രക്തത്തിൽ പുരണ്ടുകൊണ്ടല്ലേ കുളിച്ചുകൊണ്ടല്ലേ കിടക്കുന്നത്, ശരീരത്തിൽ മുഴുവൻ മണ്ണല്ലേ പറ്റി പുരണ്ടിരിക്കുന്നത്, അവയവങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിട്ട് ഇതാ നബിയെ കിടക്കുന്നു. എന്നിട്ട് വീണ്ടും പറയാ യാ മുഹമ്മദ് നബിയെ ബനാതുക സിബായ, അങ്ങയുടെ പെൺകുട്ടികളെ മുഴുവനും പിടിച്ചു കെട്ടി ബന്ദിയാക്കപ്പെട്ടിരിക്കുന്നു, വദുരിയതുക മുഖ്തല, അങ്ങയുടെ പേരക്കിടാങ്ങളെ മുഴുവനും ഇതാ ഇവിടെ കൊലപ്പെടുത്തപ്പെടുന്നു നബിയെ എന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഒരു മരണം കണ്ടപ്പോൾ, ആ ഒരു മയ്യത്ത് കണ്ടപ്പോൾ ഹൃദയം പൊട്ടി റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ത്വബരി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, സൈനബ് റളിയല്ലാഹു തആല അൻഹായുടെ ഈ ഇസ്തിഗാസ പ്രയോഗം കേട്ടിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ശത്രുവും മിത്രവും മുഴുവനും കരഞ്ഞുപോയി എന്ന് ബഹുമാനപ്പെട്ടവർ താരീഖിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാം ത്വബരി ഉദ്ധരിക്കുന്നത് സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയുടെ ഇസ്തിഗാസയാണ്. അപ്പോൾ ഇമാം ത്വബരിയും മനസ്സിലാക്കിയില്ല ഇസ്തിഗാസ ശിർക്കാണ് എന്ന്, മഹദിയായ സൈനബ് റളിയല്ലാഹു തആല അൻഹയും മനസ്സിലാക്കിയില്ല ഇസ്തിഗാസ ശിർക്കാണ് എന്ന്. ചുറ്റുഭാഗം കൂടിയിരിക്കുന്ന ആയിരക്കണക്കായ സഹാബത്തിനും മനസ്സിലായില്ല. വഫാത്തായ നബിയെ വിളിച്ച് ഇത്തരത്തിൽ പറയൽ കുറ്റകരമാണെന്ന് അവരാരും മനസ്സിലാക്കാത്ത ഒരു ദീൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവസാനമായി പറയപ്പെട്ട സഹോദര ഒഴിവാക്കിയേക്കുക. അവരാരും മനസ്സിലാക്കാത്ത ഒരു ദീൻ നമുക്ക് പ്രമാണമല്ലേ അല്ല. അവരൊക്കെ വഫാത്തായ നബിയെ വിളിച്ച് സഹായം തേടിയവരും ഇസ്തിഗാസ ചെയ്തവരും ഇസ്തിഗാസ ചെയ്യണമെന്ന് പഠിപ്പിച്ചവരുമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇമാം ത്വബരിക്ക് ഖുർആൻ തിരിഞ്ഞില്ലേ, ഇസ്തിഗാസ ശിർക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, പിഴച്ച ആശയം മനസ്സിലായിട്ടില്ലേ? അല്ലെങ്കിൽ അതുപോലെ തന്നെ സൈനബ് റളിയല്ലാഹു തആല അൻഹാക്കും ഇസ്തിഗാസ ശിർക്കാണെന്ന് ഖുർആനിൽ നിന്ന് മനസ്സിലായില്ലേ? അവിടെ കൂടിയ ആയിരക്കണക്കായ സഹാബത്തിൽ ഒരാൾക്കും മനസ്സിലായില്ലേ ഇസ്തിഗാസ ശിർക്കാണെന്ന്? അതോ നിങ്ങളുടെ പിഴച്ച ആശയമാണോ അത്? ഈ മഹത്തുക്കളെ മുഴുവനും തള്ളിയിട്ട് നിങ്ങൾ ഏത് സ്വർഗ്ഗത്തിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? വബില്ലാഹി തൗഫീഖ്.